മറ്റൊരു വിവാദം നിലവിൽ പോകുന്നുണ്ട്. ജോജു ജോർജിനെ ഒന്നും പറയില്ല തന്നെത്താൻ പൊക്കോളും ഒന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് അല്ല, അതൊക്കെ ഞാനുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാലക്കാടുള്ള ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഇപ്പോൾ പ്രചരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിന്ന് ശ്രദ്ധ തെറ്റത്തക്ക രീതിയിൽ വരുന്ന മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എനിക്ക് മുഖ്യ പ്രാധാന്യം ഇവിടെയുള്ള ജനങ്ങൾ തന്നെയാണ്. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അവർ അവിടെ പോയി ചോദിച്ചാൽ മതി എന്നോട്. എനിക്ക് അതിൽ ഇടപാടുകളോ ഉത്തരങ്ങളോ ഇല്ല. എനിക്കൊന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. വിശ്വാസികളുണ്ടോ എല്ലാവരെയും നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. എല്ലാവരും കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ വ്യക്തമായി ചതിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭരണമാറ്റം ഒരു അനിവാര്യമായ കാര്യമാണ്. പറയാറുണ്ട് ചിലർ, അവരത് നർമ്മത്തിന് വേണ്ടി പറയുന്നു. ചിലരെല്ലാം നമ്മളെ കാണുമ്പം നിങ്ങൾ ഇന്ന പോലെ പെരുമാറണം, ഇന്നതുപോലെ ചെയ്യണം. സ്നേഹം കൊണ്ട് പലരും എല്ലാവർക്കും അവരുടെ ഒരാളെന്നുള്ള രീതിയിൽ തോന്നുന്നുകൊണ്ട് പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഞാൻ എല്ലാ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. പുറത്തുനിന്ന് വരുന്ന ഇവന്റ് മാനേജ്മെന്റുകാരോ വാടകയ്ക്ക് എടുക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലല്ല UDF പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. വളരെ ശക്തമായ സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ കാലത്തോട് ഒപ്പം മാറുക എന്നത് മാത്രമല്ല, കാലം മാറുന്നതിന് തൊട്ട് മുമ്പേ, ഒരു ദിവസം മുമ്പേ മാറിയാൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടൊരു കാര്യം അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എല്ലായിടത്തും ഒക്കെ പരമാവധി ഓടിയെത്താൻ പറ്റുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാർ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. വളരെ സന്തോഷമുള്ള പെരുമാറ്റമാണ് ആളുകളുടെ മുഖത്തുനിന്നുള്ളത്. ചൂടൊക്കെ ഉണ്ടാവും അറിഞ്ഞു തന്നെ വന്നാൽ അതിലൊന്നും വലിയ ടെൻഷനൊന്നുമില്ല. എല്ലാവരും വളരെ ആവേശത്തോടുകൂടിയാണല്ലോ ഷെയർ ചെയ്യുന്നത്. അവരിതിനു മുമ്പ് ഒരുപാട് കാലം മുമ്പുള്ള ഭരണങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇവിടെ UDF വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളും ആ വികസനങ്ങളുടെ ഗുണഫലങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അവരെല്ലാം. പിന്നെ വ്യക്തിപരമായി അവരോട് UDF കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്നേഹം, നമ്മൾ വികസനം കൊടുക്കുകയും അതിനുശേഷം അത് മുഴുവൻ നമ്മൾ കൊടുത്തൊരു ഔദാര്യം പോലെ കാണിക്കുകയും ചെയ്യുന്നൊരു ശീലം പല ഗവൺമെൻറ്റുകൾക്കും ഉള്ളപ്പോഴും UDF എന്ത് കാര്യം കൊടുത്താലും അതിൻ്റെ ഒരു അധികാരമോ അവകാശമോ ഒന്നും കാണിക്കാതെ പോകുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ അതിനോടൊരു വ്യക്തിപരമായ സ്നേഹം ആളുകൾക്ക് കൂടുതലാണ്. എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള എല്ലാവരും പറയുന്നത് എന്നെ ജയിപ്പിക്കണം എന്ന് തന്നെയാണ്. രമേശ് ചേട്ടൻ എന്തുകൊണ്ട് എന്നെ ജയിപ്പിക്കണം എന്നാണ് ഇവർ പറയുന്നത്? ഇവിടെയുള്ള വികസനത്തിന് തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ വിശ്വാസി സമൂഹങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരെയും നോക്കേണ്ടതായിട്ടുണ്ടല്ലോ. എല്ലാവരും കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ വ്യക്തമായി ചതിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭരണമാറ്റം ഒരു അനിവാര്യമായ കാര്യമാണ്. എല്ലാ ബൈറ്റിലും അതല്ലേ പറയുന്നത്, ചോദിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ കഴിഞ്ഞ MLA ഉണ്ടായ സമയത്ത് സ്മൈൽ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെ പറ്റി പറഞ്ഞില്ല, എന്താണ് അത് കണ്ടിന്യൂ ചെയ്യാൻ? അത് കണ്ടിന്യൂ ചെയ്യും. അത് വീടുകൾ വെച്ച് കൊടുക്കുന്ന കാര്യമാണ്. അത് വീട് 10-12 കഴിഞ്ഞു. ഇനിയും വീടുകൾ വെച്ച് കൊടുക്കാനുണ്ട്. ആ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ബാക്കിയുള്ള വീടുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഏറ്റെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ബൈറ്റ് 2 ദിവസം മുമ്പ് ആരാ ഇനി പിഷാരടി പെടാൻ പോവുകയാണ്, വേറെ കൊണ്ടല്ല, ഇനി ഇനാഗ്രേഷൻ ഒന്നും പൈസ മേടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കോമഡി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പറഞ്ഞിട്ട് കോമഡി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. അതിനെന്താ കാര്യം? ധർമ്മജൻ ചേട്ടനും പറഞ്ഞിട്ടുണ്ട് പൈസയൊക്കെ കരുതി വെച്ച് രാഷ്ട്രീയം എല്ലാവരും അവനവനാൽ കഴിയുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. ചിലർ അവരത് നർമ്മത്തിന് വേണ്ടി പറയുന്നു. ചിലരെല്ലാം നമ്മളെ കാണുമ്പം നിങ്ങൾ ഇന്ന പോലെ പെരുമാറണം, ഇന്നതുപോലെ ചെയ്യണം. സ്നേഹം കൊണ്ട് പലരും എല്ലാവർക്കും അവരുടെ ഒരാളെന്നുള്ള രീതിയിൽ തോന്നുന്നുകൊണ്ട് പലതരത്തിൽപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഞാൻ എല്ലാ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഒന്നും പറയില്ല തന്നെത്താൻ പൊക്കോളും ഒന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് അല്ല, അതൊക്കെ ഞാനുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാലക്കാടുള്ള ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഇപ്പോൾ പ്രചരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിന്ന് ശ്രദ്ധ തെറ്റത്തക്ക രീതിയിൽ വരുന്ന മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. എനിക്ക് മുഖ്യ പ്രാധാന്യം ഇവിടെയുള്ള ജനങ്ങൾ തന്നെയാണ്. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അവർ അവിടെ പോയി ചോദിച്ചാൽ മതി എന്നോട്. എനിക്ക് അതിൽ ഇടപാടുകളോ ഉത്തരങ്ങളോ ഇല്ല. എനിക്കൊന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട്. വരും ദിവസങ്ങളിൽ പ്രചരണ പരിപാടികൾ വളരെ ടൈറ്റ് ഷെഡ്യൂളുകളാണ്. ഇതിൻ്റെ സെക്കൻഡ് ഗിയറിലോട്ട് നമ്മൾ ഇട്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ വളരെ ഗംഭീരമായിട്ട് നമ്മൾ മുന്നിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ വളരെ ചിട്ടയായി കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു പാർട്ടി സംവിധാനം പുറത്തുനിന്ന് ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രവർത്തകരാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് വരുന്ന ഇവന്റ് മാനേജ്മെൻറ്റുകാരോ വാടകയ്ക്ക് എടുക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലല്ല UDF പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. വളരെ ശക്തമായ സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്.
ആ സംഘടനയിലെ പ്രവർത്തകർ തന്നെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം. അവരുടെ എല്ലാം സ്നേഹം ആവോളം കിട്ടുന്നു. ആ സ്നേഹം നമ്മളെ എല്ലാ കാലത്തും എന്നപോലെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കും. ഒരു മതനിരപേക്ഷ പാലക്കാട്, വികസന തുടർച്ചയുള്ള പാലക്കാട്, ഒരു 18 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെയുള്ള ആൾക്കാരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന പാലക്കാട്, ഇവിടെയുള്ള ആളുകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം, ഇതെല്ലാമാണ് നമ്മൾ ആളുകളോട് പറയുന്ന കാര്യം. അതുകൊണ്ട് തീർച്ചയായും അവരെല്ലാം നമ്മളോടൊപ്പം ഉണ്ടാവും. അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അത് അത്തരത്തിലൊരു ആശയമായിട്ട് വന്നതാണ്. അവർക്ക് അതിനുള്ള അവസരം കൊടുക്കുകയും അവരത് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് തന്നെ. കാലം മാറുകയല്ലേ. ഞാൻ റോബോട്ട് ഇപ്പോൾ ചോരെഴുതി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇന്ന് നെൽപ്പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പം എന്നോട് ഒരാൾ പറഞ്ഞു, ഈ കൊയ്ത്ത് യന്ത്രം നടക്കുകയാണ്. ആ യന്ത്രം ഇവിടെ വന്നതുകൊണ്ടാണ് ഇന്ന് നെൽകൃഷി നടക്കുന്നത്. ആ കൊയ്ത്ത് യന്ത്രം ഇല്ലെങ്കിൽ ഒരുപക്ഷെ കൊയ്യാൻ ഇവിടെ ആളില്ലായിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം നമ്മൾ കാലത്തോട് ഒപ്പം മാറുക എന്നത് മാത്രമല്ല, കാലം മാറുന്നതിന് തൊട്ട് മുമ്പേ, ഒരു ദിവസം മുമ്പേ മാറിയാൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടൊരു കാര്യം അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, വലിയ സക്സസ് ആണ്, വലിയ കാര്യമാണ്. അതല്ലേ നമ്മളെപ്പോഴും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അതെൻ്റെ സൗഹൃദങ്ങൾ കൊണ്ടാണ്. ഞാനിതൊന്നും ഇത്രയും ആക്റ്റീവ് രാഷ്ട്രീയത്തിലല്ലാത്തപ്പോൾ പോലും ഞാൻ CSR ഫണ്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ പലരെയും കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലും പല പല കാര്യങ്ങൾക്ക് എൻ്റെ വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതെനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു ലോകം മുഴുവനുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ട്. എന്തോ പാലക്കാരോട് എന്താ പറയുക, നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് മുന്നിലേക്ക് പോകുന്നു, ഒന്നിച്ച് മുന്നിലേക്ക് പോകുന്നു. നിങ്ങളൊപ്പം ഉണ്ടാവണം, ഞാനൊപ്പം ഉണ്ടാവും. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നന്ദി.